സുസാമൻ, നമ്മൾ ഇന്ന് ഒന്നെങ്കിൽ അല്ലെങ്കിൽ എന്ന മീനിങ് വരുന്ന സ്വൈറ്റ് എലിഗെ കൊണക്ടോറിനായ എൻ വേർഡ് ഓർഡറാണ് പഠിക്കാൻ പോകുന്നത്. ചോയ്സ് ഉള്ളപ്പോഴാണ് ഈ ഒരു കൊണക്ടോർ നമ്മൾ യൂസ് ചെയ്യാറ്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇഷ് ലേൺ എ ഡോയിഷ്, ഇഷ് ലേൺ എ ഇംഗ്ലീഷ്. ഈ രണ്ട് സെൻറ്റൻസിൻ്റെ മീനിങ് എന്താണ്? ഞാൻ ജർമ്മൻ പഠിക്കുന്നു, ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസ് നോക്കുവാണെങ്കിൽ ഇവിടുത്തെ എന്താണ്? സബ്ജക്റ്റും വെർബും സിമിലർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിന് 3 രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എൻ വേർഡ് ഓർഡർ വെച്ച് ഈ ഒരു സെൻറ്റൻസ് നമ്മൾ പറയുകയാണെങ്കിൽ ഞാൻ ഒന്നെങ്കിൽ ജർമ്മൻ പഠിക്കുന്നു അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കുന്നു. അതായിരിക്കും ഈ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് വരുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഈ ഒരു രണ്ട് സെൻറ്റൻസിനെ 3 രീതിയിൽ സ്വൈറ്റ് എലിഗെ കൊണക്ടോറിനായ എൻ വേർഡ് ഓർഡർ വെച്ച് കണക്ട് ചെയ്യാറുണ്ട്. എൻ വേർഡർ ഇഷ് ലേൺ എ ഡോയിഷ് ഓർഡർ ഇംഗ്ലീഷ്. അപ്പോൾ നോക്കിയേ, എൻ വേർഡർ കഴിഞ്ഞ് സുബ്ജക്റ്റ് വെർബ്, അതിനുശേഷം ഒബ്ജക്റ്റ് വരുന്നു, പിന്നെ ഓർഡർ, പിന്നെ ഒബ്ജക്റ്റ്. അടുത്തത് എൻ വേർഡർ ലേൺ എ ഇഷ് ഡോയിഷ് ഓർഡർ ഇംഗ്ലീഷ്. ഇവിടെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്? എൻ വേർഡർ, അതിനുശേഷം വെർബ് വരുന്നു, സുബ്ജക്റ്റ് വരുന്നു, ഒബ്ജക്റ്റ് വരുന്നു, ശേഷം ഓർഡർ വരുന്നു, ഒബ്ജക്റ്റ് വരുന്നു. അടുത്തത് ഇഷ് ലേൺ എ എൻ വേർഡർ ഡോയിഷ് ഓർഡർ ഇംഗ്ലീഷ്. ഈ സെൻറ്റൻസിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് വരുന്നത്? സുബ്ജക്റ്റ് വെർബ് എൻ വേർഡർ പ്ലസ് ഒബ്ജക്റ്റ് ഓർഡർ ഒബ്ജക്റ്റ്. ആ രീതിയിൽ ഈ 3 രീതിയിലാണ് നമ്മൾ ഇപ്പോൾ സുബ്ജക്റ്റും വെർബും സിമിലർ ആണെങ്കിൽ ഈ 3 രീതിയിൽ നമുക്ക് എൻ വേർഡർ ഓർഡർ വെച്ച് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. അപ്പം എൻ വേർഡർ ഓർഡർ വെച്ച് കൺസ്ട്രക്ട് ചെയ്യുവാണെങ്കിൽ ഓർഡറിന് ശേഷം ഓർഡർ എന്താണ് നമുക്കറിയാം. അഡോസൂനകത്ത് നമ്മൾ ഓർഡർ പഠിച്ചതാണ്. അപ്പോൾ അഡോസൂനകത്ത് നമ്മൾ ഓർഡർ കണക്ട് ചെയ്യുമ്പോൾ ഓർഡർ വെച്ച് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ കോമ ഇടുവോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഓർഡറിന് ശേഷം വീണ്ടും കോമ ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് മറ്റു ഉദാഹരണത്തിലേക്ക് പോകാം. Wir gehen ins Kino, wir besuchen unsere Freunde. ഞങ്ങൾ തിയേറ്ററിൽ പോകുന്നു, ഞങ്ങൾ ഫ്രണ്ട്സിനെ വിസിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസ് നമുക്ക് എൻ വേർഡ് ഓർഡർ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ ഒന്നെങ്കിൽ തിയേറ്ററിൽ പോകുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ഫ്രണ്ട്സിനെ വിസിറ്റ് ചെയ്യുന്നു എന്നുള്ള മീനിങ് ആണ് ഈ എൻ വേർഡ് ഓർഡർ വെച്ച് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഈ രണ്ട് സെൻറ്റൻസിന് വരുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസിനെ നമുക്ക് 3 രീതിയിൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. എൻ വേർഡർ wir gehen ins Kino oder wir besuchen unsere Freunde. അപ്പോൾ ഈ സെൻറ്റൻസ് നോക്കിയേ, എൻ വേർഡർ കഴിഞ്ഞ് സുബ്ജക്റ്റ് വെർബ്, പിന്നെ എന്താണ്? ഒബ്ജക്റ്റ് വരുന്നു, അതിനുശേഷം ഓർഡർ. നമുക്കറിയാം രണ്ട് സെൻറ്റൻസിനും വെർബ് ഡിസിമിലർ ആയതുകൊണ്ട് തന്നെ ഓർഡറിന് ശേഷം നമ്മൾ വീണ്ടും സുബ്ജക്റ്റും വെർബും റിപ്പീറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. എൻ വേർഡർ ഗെയിൻ വിയർ ഇൻസ് കീനോ ഓർഡർ വിയർ ബെസുഗൻ ഉൻസറെ ഫ്രോയിൻറ്റ്. ഇവിടെ നോക്കി അടുത്തത് നമുക്ക് എൻ വേർഡർ വെർബ് സുബ്ജക്റ്റ് ഒബ്ജക്റ്റ് ഓർഡർ സുബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്. ഈ 3 കൺസ്ട്രക്ഷനിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അടുത്തത് വിയർ ഗെയിൻ എൻ വേർഡർ ഇൻസ് കീനോ ഓർഡർ വിയർ ബെസുഗൻ ഉൻസറെ ഫ്രോയിൻറ്റ്. നമുക്ക് സുബ്ജക്റ്റ് വെർബ് എൻ വേർഡർ ഒബ്ജക്റ്റ് പ്ലസ് ഓർഡർ സുബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്. ഈ 3 രീതിയിൽ നമുക്ക് എൻ വേർഡർ ഓർഡർ വെച്ചപ്പം രണ്ട് സെൻറ്റൻസിനും വെർബ് ഡിസിമിലർ ആണെങ്കിൽ നമുക്ക് ഈ 3 രീതിയിൽ നമുക്ക് ഇതിനെ കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്കുള്ള ഹൗസ് ഓഫ് ഗാവയാണ് വിയർ ലൗഫൻ വിയർ ഫാറൻ മിഡ് ഡേംബൂസ്. ഈ രണ്ട് സെൻറ്റൻസുകളെ സ്വൈറ്റ് എലിഗെ കൊണക്ടോറിനായ എൻ വേർഡർ ഓർഡർ യൂസ് ചെയ്ത് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.